ഹായ് ഗൈസ്, 2024 ഇപ്പൊ നമ്മുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എല്ലാവർക്കും ഉണ്ട്, അതുപോലെ സിവിൽ സർവീസ് ആസ്പിറൻസിനും ഉണ്ട്. എന്താണ് അവരുടെ ഈ വർഷത്തെ റെസൊല്യൂഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഹലോ സർ. ഗോപിക, എന്താണ് ഈ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ? സാധാരണ എന്റെ പ്രിപ്പറേഷൻ ജേർണിയിൽ ഡെയിലി ഞാൻ എടുത്ത ടാർഗറ്റ്സ് ഒന്നും എനിക്ക് പല ദിവസങ്ങളിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. സോ ന്യൂ ഇയർ തൊട്ടെങ്കിലും ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ എടുത്ത ഡെയിലി ടാർഗറ്റ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു ബീറ്റിംഗ് അറൗണ്ട് പുഷ് ആയിരുന്നു പഠനം. അപ്പൊ അതൊന്ന് മാറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് ഒരു 4 മാസം ഓർഡറിൽ പ്ലാൻ ചെയ്ത് പഠിക്കാൻ തീരുമാനിച്ചു. ഒന്നാമത്തെ കാര്യം 2024 പ്രിലിംസ് പാസ്സാകുന്നുള്ളതാണ്. അതിന് കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് മിസ്റ്റേക്സ് കാണിച്ചുകൊണ്ടാണ് പാസ്സാവാത്തത്. ഒന്നാമത്തത്, എനിക്ക് ചില ഒരു ക്രൂഷ്യൽ സമയത്ത് ധൈര്യം ഇല്ലാത്തൊരവസ്ഥ ഉണ്ട്. അപ്പം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചാലഞ്ചസ് ഒക്കെ ഏറ്റെടുത്ത് ധൈര്യമായിട്ട് ചെയ്യാന്നുള്ളതാണ് ഈ വർഷത്തെ എൻ്റെ ഒരു റെസൊല്യൂഷൻ. ന്യൂ ഇയർ റെസൊല്യൂഷൻ കുറച്ച് ടൈം എൻ്റെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ കുറച്ച് എക്സർസൈസ് ഒക്കെ ചെയ്തിട്ട് പഠിത്തത്തിന്റെ കൂടെ തന്നെ കുറച്ച് ടൈം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. കുറച്ചൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം, കുറച്ച് എഫിഷ്യന്റ് ആവണം. അതൊക്കെ തന്നെ ബേസിക്കലി എഫിഷ്യൻസി കൂട്ടാനുള്ളതാണ്. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പ്രത്യേകം പറയാൻ പറ്റില്ല. ഇത്തവണത്തെ 2024 റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതാണ്. UPSC എക്സാം ക്ലിയർ ചെയ്യുക, റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്യാതിരുന്ന അല്ലെങ്കിൽ മിസ്റ്റേക്സ് വരുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, എസ്പെഷ്യലി CSAT അല്ലെങ്കിൽ കണ്ടന്റ് ക്ലാരിഫിക്കേഷൻ ഒക്കെ അങ്ങനെയല്ല. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞ വർഷം CSAT കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ. അപ്പൊ അതിന് കുറച്ചുകൂടെ എഫേർട്ട് ഇടണമെന്ന് തോന്നുന്നുണ്ട്. അപ്പം 2024 CSAT കുറച്ചും കൂടെ എഫേർട്ട് ഇടും. അങ്ങനെ 2024 പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. മെയിൻസിന് ഇപ്പം എഫേർട്ട് ഇടുന്നുണ്ട്, ഓപ്ഷൻ പഠിച്ചു. Okay, but CSAT ആയിരുന്നു priority and this year you're going to give a 100% to CSAT. Okay, great. My New Year resolution for this year is to get into the rank list of 2024 UPSC Civil Services examination. Okay, and for that? And for that, I'll make sure that I'll give my 100% every single day. And you haven't been doing this? Yeah, I have been doing this, but I have to make sure that my path is on the right track. Okay, great.